ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയും അതൊരു പ്രശ്നമാണെന്ന് ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും അറ്റ് ദ സെയിം ടൈം അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം ഉടലെടുക്കുന്നത്. വല്ലതും മനസ്സിലായോ? ക്ലിയർ ആക്കി തരാം. അതായത് ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി, സാധാരണ കുട്ടികൾ വെറുതെ ഒന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ കുറച്ചേരം നിന്ന് കരയും. പക്ഷെ ചില കുട്ടികൾ എങ്ങനെയൊക്കെ വീണാലും, ചെയറിന്റെ മുകളിൽ നിന്ന് വീണാലും കുഴപ്പമില്ല, കോണിയുടെ മുകളിൽ നിന്ന് വീണാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയി തലയിടിച്ച് മുഴച്ചിങ്ങനെ വന്നാലും കുഴപ്പമില്ല, ചുറ്റും കണ്ടു നിൽക്കുന്നവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയ്യോ അയ്യോ എന്നിങ്ങനെ പറയല്ലാതെ ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. വെറുതെ ഒന്നിങ്ങനെ തടവിട്ട് ഓ തല മുഴച്ചോ ഈ നാട്ടിട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഈ കണ്ടു നിൽക്കുന്നവരൊക്കെ ബാക്കിയുള്ളവരോട് പറയും, ഭയങ്കര ധൈര്യം അവനിക്ക്, എങ്ങനെ ഇത്ര ധൈര്യം ഇല്ലാണ്ടിരിക്കും, എൻ്റെ ഗ്രാൻഡ് ഫാദറിനും അങ്കിളിനൊക്കെ ഭയങ്കര ധൈര്യമല്ലേ, രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ആയപ്പോ കുട്ടി ആരായി. സത്യത്തില് ഇപ്പൊ ഇത്രയുള്ളൊരു കുട്ടി, ഒരു 2.5-3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയും ധൈര്യം കാണിക്കാനോ അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ കരയുന്നത് മോശമാണ് എന്ന ചിന്തയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. അപ്പൊ നമ്മളൊരു കോമൺ സെൻസ് യൂസ് ചെയ്യാം. ഇവർ കരയാത്തത് ഇവർ ആ വേദനയെ സെൻസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരിക്കും. സാധാരണ കുട്ടികൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശിയെടുക്കും. ഇത് വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരം വാശികളുണ്ട്. അപ്പൊ അത് വേറെ ആരെങ്കിലും ഇത്രയും വാശി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കണക്ട് ചെയ്തു പോകുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഈ ചുറ്റുള്ളവർക്ക് ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാവാതെ വരുന്ന ഒരു പ്രശ്നം. അപ്പൊ ഇതിങ്ങനെ വളർന്നു വരുമ്പോൾ ഇൻ ഫ്യൂച്ചർ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതുപോലെ അസാധാരണമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ കുട്ടിയുടെ പെരുമാറ്റത്തിൽ കാണുകയാണെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ ഒരുപാട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ അടുത്ത് കൊണ്ടുപോയി കൃത്യമായിട്ട് കുട്ടിയുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബ്നോർമൽ ആയിട്ട് തോന്നുന്നുണ്ട്, സാധാരണ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ല, അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്ന് കണ്ടെത്താം. അത് നോർമൽ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മുടെ തോന്നലാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, അവിടെ എന്തെങ്കിലും റെമഡി ആവശ്യമാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അതിനൊരു റെമഡി എടുക്കാൻ പാരന്റ്സ് മടിക്കരുത്. വൈകുന്തോറും പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്തെടുക്കാണ്ട് ഒത്തിരി കോമൺ സെൻസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.